ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാരത്തോൺ MCQ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ഇലക്ട്രോൺ ഡിവൈസസ് പാർട്ട് 4 ആണ് കേട്ടോ. പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 4 ആണ്. അപ്പോൾ നമുക്ക് സമയമൊന്നും അധികം കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം 31st ക്വസ്റ്റ്യൻ അല്ലേ. ആദ്യത്തെ ചോദ്യം ഉദ്ദേശിച്ചത് ഇതിലെ പാർട്ട് 4ലെ 31st ക്വസ്റ്റ്യൻ. The early effect in BJT results in option A decrease in base current, option A decrease in base current, option B reduction in cutoff frequency, option C increase in collector current with increasing VCE, option D decrease in current gain. So the early effect in BJT result in the എന്താണ് എന്നാണ് ചോദ്യം അല്ലേ. early effect in BJT എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണല്ലേ. അത് ഡെവലപ്പ് ചെയ്ത് ഡോക്ടർ ഷോക്ലി ആണ് 1952. BJT is the main building block of all modern electronic system. It is a 3-terminal device whose output voltage അല്ലെങ്കിൽ current or power are controlled by the input current അല്ലേ. അതെപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് the early effect in BJT results in the right answer is increase in collector current with increase in VCE. The early effect in bipolar junction transistor occurs due to the modulation of base width by the collector to emitter voltage. Okay. അടുത്ത ചോദ്യം 32nd question അല്ലേ. In a transistor, the emitter base depletion layer is narrower than the collector base depletion layer. The reason can attributed to option A heavier doping in the emitter region and the lighter doping in collector region. ഇതന്നെയാണ് ആൻസർ. നമുക്ക് മനസ്സിലായി. emitter base depletion layer is narrower than the collector base depletion layer. അങ്ങനെ നാരോ emitter base depletion layer collector base depletion ലെയറിനേക്കാളും കുറയണമെങ്കിൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും ഹെവിയർ ഡോപ്പിയർ വന്നിട്ടുണ്ടാവുക? എമിറ്റർ റീജിയനിൽ ഹെവിയർ ഡോപ്പിയർ വന്നിട്ടുണ്ടാവും. ലൈറ്റർ ഡോപ്പിംഗ് ആയിരിക്കും കളക്ടർ റീജിയനിൽ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ്. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. ഹെവിയർ ഡോപ്പിംഗ് ഇൻ ദ കളക്ടർ റീജിയൻ. കറക്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് വേഗം എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, അതായത് ഇതാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേഗം എഴുതുക. ഹെവിയർ ഡോപ്പിംഗ് ഇൻ കളക്ടർ റീജിയൻ. അടുത്ത് നോക്കി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുകയാണ് അല്ലെ. ഹെവിയർ ഡോപ്പിംഗ് ഇൻ കളക്ടർ റീജിയൻ, ലൈറ്റർ ഡോപ്പിംഗ് ഇൻ എമിറ്റർ റീജിയൻ, ലൈറ്റർ ഡോപ്പിംഗ് ഇൻ ബോത്ത് എമിറ്റർ ആൻഡ് കളക്ടർ റീജിയൻ, heavier doping in both emitter and collector region. So the right answer is option A, heavier doping in the emitter region and the lighter doping in the collector region. അതിന്റെ explanation എന്താണ്? എമിറ്റർ നമുക്ക് അറിയാലോ, അത് ഹെവിലി ഡോപ്ഡ് ആണ്. എന്തിനാണ് ഹെവിലി ഡോപ്ഡ് ആയിരിക്കുന്നത്? ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസും ഹോൾസ്, വിച്ച് ഹെൽപ്സ് ടു ഇൻജെക്ട് എ ലാർജ് കറന്റ് ഇൻ ടു ദ ബേസ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. ദ കളക്ടർ എന്ന് പറയുന്നത് എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ കളക്ടർ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ടു റിഡ്യൂസ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് അലോ ഫോർ ദ എഫിഷ്യന്റ് collection of carriers അല്ലെ. ഇനി PN junction, in a PN junction, the width of the depletion region is directly ആണോ ഇൻവേഴ്സ്ലി ആണോ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ പ്രൊപ്പോർഷൻ? അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു PN ജംഗ്ഷനിൽ width of depletion region എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആണ്. ഹയർ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയൻ എന്താണ് സംഭവിക്കുക? നാരോ ചെയ്യുക. കാര്യം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ which is why the emitter base depletion layer is narrower than the collector base depletion layer because of heavier doping in the emitter region and lighter doping in the collector region. Okay, അടുത്ത ചോദ്യം 33 question, max question അല്ലേ. BJT with the beta is equal to 50 അല്ലെ. BJT with the beta is equal to 50 has a base to collector leakage current ICBO of 2.5 microampere. If the transistor is connected in CE configuration, ഈ CE configuration ഒക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മിസ്സുമാരൊക്കെ പറയാറുണ്ട് CE configuration വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലാണ്. അതിനെ നമ്മുടെ കുട്ടികളോട് പറയാറുണ്ട് അല്ലെ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ എന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല. എന്നാൽ കോമൺ എമിറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദ കളക്ടർ കറന്റ് ഫോർ IB is equal to 0 is എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഓപ്ഷൻ എ 0.5 microampere, ഓപ്ഷൻ ബി 0.1275 milliampere, ഓപ്ഷൻ സി 0.157
milliampere. Option D 0.516 milliampere ആണ്. ഇതെങ്ങനെയാണ്? ICEO എന്ന് പറയുന്നത് is a reverse leakage current in the common emitter configuration of BJT when the base is open. ICEO എന്ന് പറയുന്നത് റിവേഴ്സ് ലീക്കേജ് കറണ്ട് ആണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലേ. അപ്പൊ ICBO എന്താണ്? റിവേഴ്സ് ലീക്കേജ് കറണ്ട് ഇൻ ദ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഓഫ് BJT when the emitter is open. ബേസ് ഓപ്പൺ ആകുമ്പോൾ അതിന്റെ റിവേഴ്സ് ലീക്കേജ് കറണ്ട് ആണ് ICEO എന്ന് പറയുന്നത് അല്ലെ. ഇനി എന്താണ്? എമിറ്റർ ആണ് ഓപ്പൺ ആകുകയാണെങ്കിൽ അതിന്റെ എന്താണ് ലീക്കേജ് കറണ്ട് ആണ് ICBO. ICBOയും ICEOയും ആണ് തെറ്റരുത്. അപ്പോൾ ICEO എന്ന് പറയുന്നത് is greater than ICBO ആണ്. And they are related by the relation ICEO is equal to 1 plus beta ICBO. Total collector current is given by ഓക്കെ. അപ്പൊ IC എന്ന് പറയുന്നത് ബീറ്റ IB പ്ലസ് ICBO ഹോൾ ബീറ്റ പ്ലസ് 1 എന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ എന്താണ് പറയാനുള്ളത്? കൂടുതൽ കാര്യങ്ങളുണ്ട് അല്ലെ. എന്താണുള്ളത്? ദ ടോട്ടൽ കളക്ടർ കറന്റ് ഫോർ ദ ഗിവൻ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് IC ഈക്വൽ ടു എന്താണത്? സെലക്ട് ആവുന്നില്ലല്ലോ. ഓക്കെ, സെലക്ട് ആയി. IC is equal to beta IB plus ICBO beta plus 1 എന്നാണ് ഗിവൻ. IB നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടല്ലോ എന്തൊക്കെ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ മാത്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എടുത്ത് എഴുതുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ IB തന്നിട്ടുണ്ട്, ബീറ്റ തന്നിട്ടുണ്ട്, ICBO തന്നിട്ടുണ്ട്. 2.5 മൈക്രോ ആംപിയർ ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ ബീറ്റ IB പ്ലസ് ICBO ബീറ്റ പ്ലസ് 1 എന്നുള്ളതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? IC is equal to 0.1275 മില്ലി ആംപിയർ എന്ന ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ. അടുത്ത ചോദ്യം 34th question. The maximum power dissipation capacity of a transistor is 50 milliwatt ആണ്. If the collector emitter voltage is 10 volt ആണെങ്കിൽ what is the safe collector current that can be allowed through the transistor എന്നാണ് ചോദ്യം. The power capacity of a transistor എങ്ങനെയാണ് കണ്ടുപിടിക്കുക? VC into P is equal to VI എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പവർ കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ P is equal to VI എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. P is equal to I square R എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. Pക്ക് 3 ഇക്വേഷൻസ് ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. VC എന്ന് പറയുന്നത് കളക്ടർ എമിറ്റർ വോൾട്ടേജ് ആണ്. IC is equal to കളക്ടർ കറണ്ട് ആണ് അല്ലെ. അപ്പൊ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. IC എങ്ങനെ കാണാം? 50 millivolt by 10 volt is equal to 5 millivolt. The right answer is option A ആണ് റൈറ്റ് ആൻസർ അല്ലെ. ഇനി അടുത്ത ചോദ്യം 35th question. The turn off times of converter grades SCR are normally in the range of option A 1 to 2 microseconds, option B 50 to 100 microseconds, option C 500 to 1000 microseconds, option D 1 to 2 milliseconds. The right answer is എന്താണ്? Turn off times of converter grade SCR are normally in the range of 50 to 100 microseconds. This is the right answer. And which are the factors affecting turn off time? മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്. ഒരു പ്രോപ്പർട്ടീസ് SCRന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എഫക്ട് ചെയ്യുന്നുണ്ട്, ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ എഫക്ട് ചെയ്യുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസ് എഫക്ട് ചെയ്യുന്നുണ്ട്, such as temperature and current levels. Okay, so the turn off time for converter grades SCR is typically in the range of 50 to 100 microseconds. This range is suitable for many power electronics applications where fast switching is required to control the power flow efficiency. It is important to select an SCR with an appropriate turn off time to ensure reliable and efficient operation in the intended application. So the turn off times of converter grades SCR are normally in the range of 50 to 100 microseconds. Okay. അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം. An SCR in a circuit is subjected to 50A such that lasts for 12 ms. അല്ലെ. Determine whether or not this surge will destroy the device given that circuit fuse rating is 90 A square. Circuit fuse rating എന്ന് പറയുന്നത് I square T ആണ്. I എത്രയാണ് തന്നിട്ടുള്ളത്? 50 തന്നിട്ടുണ്ട് അല്ലെ. 50 A ampere. So that is I. 50 square plus into T എത്രയാണ്? 12 ആണ്. So 12 into 10 raised to minus 3 30 A square. Since the value is well below the maximum rating of 90 A square, the device will not be destroyed എന്നുള്ളതാണ് പറയാനുള്ളത്.
അടുത്ത ചോദ്യം 37ാമത്തെ ചോദ്യം. An SCR has a circuit fusing rating of 50A square. The device is being used in a circuit where it could be subjected to a 100A surge. Determine the maximum allowable duration of such a surge എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Tmax is equal to I square T by I square. I square എത്രയാ തന്നിരിക്കുന്നത്? 50 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 100A എന്നുള്ളത് IS square തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് 5 into 10 raised to minus 3 which is equal to 5 ms is the answer for the 37th question. Okay, അടുത്തത് 38ാമത്തെ ചോദ്യം. Depression capacitance in a diode depends on ഏതാണ് ഇതിലാണ് ഡിപെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ applied junction voltage, ഓപ്ഷൻ ബി junction built-in potential, ഓപ്ഷൻ സി current through the junction, ഓപ്ഷൻ ഡി doping profile across the junction. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നോക്കൂ, സ്റ്റേറ്റ്മെന്റ് പോലെ തന്നിരിക്കുന്നത് എ ആൻഡ് ബി തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി എ ആൻഡ് സി തന്നിട്ടുണ്ട്, ഓപ്ഷൻ സി എ ബി ആൻഡ് ഡി തന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി ബി സി ആൻഡ് ഡി തന്നിട്ടുണ്ട്. ഡിപ്ലിഷൻ കപ്പാസിറ്റൻസ് ഇൻ എ ഡയോഡ് ഡിപ്പെൻഡ്സ് ഓൺ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ അപ്ലൈഡ് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എ വരുന്ന ഓപ്ഷൻ ആണ്. എ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എയും വരുന്നുണ്ട്, ബിയും വരുന്നുണ്ട്, സിയും വരുന്നുണ്ട് അല്ലെ. ഇനി ജംഗ്ഷൻ ബിൽഡ് ഇൻ പൊട്ടൻഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ കറന്റ് ത്രൂ ദ ജംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഓപ്ഷൻ ഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡോപ്പിംഗ് പ്രൊഫൈൽ അക്രോസ് ദ ജംഗ്ഷൻസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി എ ബി ആൻഡ് ഡി. അതായത് ഡിപ്ലിഷൻ കപ്പാസിറ്റി ഇൻ ഡയോഡ് ഡിപ്പെൻഡ്സ് ഓൺ അപ്ലൈഡ് ജംഗ്ഷൻ വോൾട്ടേജ്, ജംഗ്ഷൻ ബിൽഡ് ഇൻ പൊട്ടൻഷ്യൽ ആൻഡ് ഡോപ്പിംഗ് പ്രൊഫൈൽ അക്രോസ് ദ ജംഗ്ഷൻ. നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇങ്ങനെ എ ആൻഡ് ബി, എ ആൻഡ് സി, നമുക്ക് ചിലപ്പോൾ രണ്ടെണ്ണം അറിയായിരിക്കും, ചിലപ്പോൾ ഒന്നും അറിയായിരിക്കും, ചിലപ്പോൾ ഒന്നും അറിയില്ലായിരിക്കും അല്ലെ. അപ്പൊ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസിന്റെ ഡയോഡ് ഡിപ്പെൻഡൻസ്. ഇപ്പൊ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് പ്രശ്നം വരത്തില്ല, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ കുറച്ചും കൂടി അപ്ലിക്കേഷൻ ലെവൽ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ എ ആൻഡ് ബി, എ ആൻഡ് സി, എ ബി ആൻഡ് ഡി, ബി സി ആൻഡ് ഡി എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ലെവലിനുള്ള എല്ലാ വീഡിയോസും കാണാം. ഓക്കെ, എല്ലാ വീഡിയോസും പഠിക്കുക, MCQs കൂടുതലും ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും MCQs ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് diode depends on എന്താണ് പറയുന്നത്? applied junction voltage, junction built-in potential and doping profile across the junctions. The right answer is option C, A, B and D. Okay. അടുത്ത ചോദ്യം 39th question. A PN junction diode's dynamic conductance is directly proportional to the current ആണ്. ഇവിടെ yes, option C അല്ലെ. എന്താണ്? അപ്ലൈഡ് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല, ദ ടെമ്പറേച്ചറിനല്ല, കാസ്കേഡ് ആംപ്ലിഫയറിനല്ല. ദ കോൺസ്റ്റന്റ് കണ്ടക്ടിവിറ്റി ഓഫ് എ PN junction diode is proportional the current. Calculate the kinetic resistance of the diode by the ratio of a diode to change in the unit voltage and its consequent change in the current അല്ലെ. അപ്പൊ ഡൈനാമിക് കണ്ടക്ടൻസ്, ഒരു PN junction ഡയോഡിന്റെ ഡൈനാമിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ, എന്തിന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്? കറന്റ് ആണ് അല്ലെ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ്. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ് ബൈ ദ റേഷ്യോ ഓഫ് എ ഡയോഡ് ടു ചേഞ്ച് ഇൻ ദ വോൾട്ടേജ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വന്റ് ചേഞ്ച് ഇൻ ദ കറന്റ്. ഓക്കെ. അടുത്ത ചോദ്യം 40ാമത്തെ ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ റിവേഴ്സ് റെസിസ്റ്റൻസ് ഓഫ് എ SI ഡയോഡ് when the reverse voltage is 50 volt and the current is 100 NA അല്ലെ. അപ്പൊ തന്നത് എന്തൊക്കെയാണ്? B തന്നിട്ടുണ്ട് അല്ലെ, 50 തന്നിട്ടുണ്ട്, ID തന്നിട്ടുണ്ട്, 100 തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിവേഴ്സ് റെസിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ RD is equal to V by I എന്നുള്ളതാണ്. R is equal to V by I എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 50 by 100 into നാനോ ആണ്. അപ്പൊ 10 raised to minus 9 എന്ന് വരുന്നു. RD is equal to എത്ര വരുന്നു? 50,000 into 10 raised to 6 by 100 എന്ന് വരുന്നു. RD എന്ന് പറയുന്നത് 500 മെഗാ ഓം എന്ന് വരുന്നു. 10 raised to 6 ആണ് അല്ലെ. 10 raised to minus 6 ആകുമ്പോഴാണ് മില്ലി വരുള്ളൂ. 10 raised to 6 ആണ്. അപ്പൊ മെഗാ ഓം by 100 അല്ലെ. അപ്പൊ RD is equal to 500 mega ohm. The right answer is option A ആണ് അല്ലെ. So the reverse resistance of SI diode when the reverse voltage is 50 volt and the current is 100 NA ആകുമ്പോഴുള്ള റിവേഴ്സ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ
നമുക്കിപ്പോൾ ആർ ഡി ഇസ് ഈക്വൽ ടു വി ബൈ ഐ ഡി എന്ന സംഭവം അറിഞ്ഞില്ലെങ്കിൽ കൂടി നമുക്ക് എന്തറിയാം, റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അറിയാലോ, ഓംസ് ലോ നമുക്ക് അറിയാലോ, വി ഇസ് ഈക്വൽ ടു ഐ ആർ ആണെന്ന് അറിയാലോ, അപ്പൊ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ആണെന്ന് അറിയാലോ. ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലെ. വി തന്നിട്ടുണ്ട് 50 എന്ന് തന്നിട്ടുണ്ട്, ഐ ഡി തന്നിട്ടുണ്ട് 100 എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിന്റെ ആൻസർ എഴുതുക, നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 10 ക്വസ്റ്റ്യൻസ്, പാർട്ട് 2 10 ക്വസ്റ്റ്യൻസ്, പാർട്ട് 3 10 ക്വസ്റ്റ്യൻസ്, പാർട്ട് 4 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അല്ലെ. നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ഉപകരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ഡെയിലി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങളോട് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.